IVF ചെയ്യുന്ന കപ്പിൾസിന് പിന്നീട് നാച്ചുറലി കൺസീവ് ആവാനുള്ള സാധ്യതകളുണ്ടോ? ഡെഫിനിറ്റ്ലി. IVF ഫെയിലിയർ ആയിട്ടുള്ള കേസസിലും ഫസ്റ്റ് ബേബി IVF വഴി കൺസീവ് ചെയ്ത കേസുകളിലൊക്കെ നമ്മൾ നാച്ചുറൽ പ്രഗ്നൻസീസ് കാണാറുണ്ട്. ഇതിന് പല റീസൺസ് ആണ് ഉണ്ടാകുന്നത്. നമ്മൾ ഈ IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചിലരിൽ പോളിപ്പ് റിമൂവ് ചെയ്യുക, ഹിസ്ട്രോസ്കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കേസുകളിലൊക്കെ പിന്നീട് കൺസീവ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ എൻഡോമെട്രിയോസിസ് ഒക്കെയുള്ള ആൾക്കാർ വൺസ് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ അവരിലുള്ള പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഇഫക്റ്റ് കാരണം അവരുടെ എൻഡോമെട്രിയോസിസ് എന്ന അസുഖം കുറയുന്നതായിട്ടും പിന്നീട് നോർമലി കൺസീവ് ചെയ്യുന്നതായിട്ടും കാണാറുണ്ട്. അതുപോലെ തന്നെ IVFൻ്റെ പ്രിപ്പറേഷനായിട്ട് നമ്മൾ അവർക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റിക്കുള്ള മെഡിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്, സ്പേമിൻ്റെ ക്വാളിറ്റിക്കുള്ള മെഡിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ അവരുടെ മൊത്തമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യാൻ അവരോട് പറയുന്നുണ്ട്. ചിലർ സ്മോക്കിംഗ് നിർത്തുന്നത്, ആൽക്കഹോൾ നിർത്തുന്നത്, അതുപോലെ ബോഡി വെയ്റ്റ് BMI ഒക്കെ കറക്റ്റഡ് ആക്കിയൊക്കെ വരുന്ന ആൾക്കാരിലൊക്കെ ചാൻസസ് ഉണ്ട്.